ബീഹാറിലെ രാഷ്ട്രീയ തറവാട്ടിൽ ഇപ്പോൾ വീശിയടിക്കുന്നത് കേവലം ഒരു ചെറിയ കാറ്റല്ല, കേന്ദ്ര ഭരണത്തിന്റെ നട്ടെല്ല് തകർക്കുന്ന വമ്പൻ കൊടുങ്കാറ്റാണ്. ഡൽഹിയിലെ അധികാര കസേരയിൽ BJP ആടിയുലയാതെ നിൽക്കുന്നത് സ്വന്തം ബലം കൊണ്ടല്ല, മറിച്ച് 3 എഞ്ചിനുകളിൽ ഓടുന്ന മുന്നണി സർക്കാരിന്റെ താങ്ങിലാണ്. അതിൽ ഏറ്റവും നിർണായകമായ ആ എഞ്ചിനാണ് ബീഹാറിലെ നിതീഷ് കുമാറും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും. എന്നാൽ അതേ നിതീഷ് കുമാറും NDAയുടെ നെടും തൂണുകളായ ചിരാഗ് പാസ്വാനും ജിതിൻ റാം മാഞ്ചിയും ഉപേന്ദ്ര കുശ്വാഹയും ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായി എതിർക്കുന്നു. ബീഹാറിലെ രാഷ്ട്രീയ കളരിയിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു തർക്കമല്ല, ഭരണപക്ഷത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന വമ്പൻ നീക്കങ്ങളാണ്. കേന്ദ്രത്തിൽ BJPയെ താങ്ങി നിർത്തുന്ന 3 എഞ്ചിൻ സർക്കാരിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അതേ സഖ്യകക്ഷികൾ തന്നെ സംവരണ വിഷയത്തിൽ സ്വന്തം മുന്നണിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പരസ്യമായി വാളോങ്ങിയിരിക്കുകയാണ്. NDAയുടെ നെടും തൂണുകളായ നിതീഷ് കുമാറിന്റെ ജനതാദൾ, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി, ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവയെല്ലാം ഒരൊറ്റ തിരിച്ചറിവാണ് ഇപ്പോൾ നയിക്കുന്നത്. ദളിത്, OBC, ആദിവാസി വോട്ട് ബാങ്ക് കൈവിട്ടാൽ രാഷ്ട്രീയത്തിൽ പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സംവരണം എന്നത് ആരുടെയും ഔദാര്യമല്ലെന്നും അത് ഭരണഘടനാപരമായ അവകാശമാണെന്നും ചിരാഗ് പാസ്വാൻ പ്രഖ്യാപിക്കുമ്പോൾ വിറയ്ക്കുന്നത് കേന്ദ്രത്തിലെ BJP നേതൃത്വം തന്നെയാണ്. ബീഹാർ സർക്കാർ ജാതി സർവേക്ക് ശേഷം കൊണ്ടുവന്ന 65% സംവരണം പട്ന ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് ഈ പോര് പുതിയ തലത്തിലേക്ക് കടന്നത്. കോടതി ഇടപെടലുകളിൽ നിന്ന് സംവരണത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ഈ നിയമങ്ങൾ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ചിരാഗിന്റെയും സഖ്യകക്ഷികളുടെയും ഉറച്ച ആവശ്യം. ജന്തർ മന്ത്രയിലെ സംവരണ വിരുദ്ധ സമരങ്ങളെ ചൂണ്ടിക്കാട്ടി ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി സംവരണം എടുത്തു കളയാൻ സാധിക്കില്ലെന്നും അതിൽ ഒരു പുനഃപരിശോധന പോലും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ SC/ST ക്രീമി ലെയർ ഉപവർഗീകരണ വിധിക്കെതിരെ മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ HAM-ഉം ശക്തമായ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി OBC, ദളിത്, ആദിവാസി വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ NDA ഘടകകക്ഷികൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണിത്. 65% സംവരണം പുനഃസ്ഥാപിക്കാൻ ശക്തമായി പോരാടുമെന്ന് ഉപേന്ദ്ര കുശ്വാഹയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഈ ജാതി സെൻസസ് എന്നും ബീഹാറിലെ ജാതി സർവേ ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കേണ്ടതുണ്ട്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ യഥാർത്ഥ ജനസംഖ്യയും അവരുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന കണക്കെടുപ്പാണ് ജാതി സെൻസസ്. ബീഹാർ ജാതി സർവേയിലെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. സംസ്ഥാന ജനസംഖ്യയിൽ ഭൂരിഭാഗവും അതിപിന്നാക്ക വിഭാഗങ്ങളും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളും, അതായത് EBC, OBC, ദളിത് സമുദായങ്ങളുമാണെന്ന് വ്യക്തമായി. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംവരണ പരിധി 65%-ആയി നിതീഷ് കുമാർ സർക്കാർ ഉയർത്തിയത്. എന്നാൽ ഇത് ഭരണഘടനാപരമായ കടമ്പകളിൽ തട്ടി നിൽക്കുമ്പോൾ അതിനെ നിയമപരമായി സംരക്ഷിക്കാൻ സഖ്യകക്ഷികൾ ഒന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 1990-കൾക്ക് ശേഷമുള്ള ബീഹാർ രാഷ്ട്രീയം പൂർണ്ണമായും ഈ പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ ശക്തിയിലാണ് നിലനിൽക്കുന്നത്. അതിപിന്നാക്ക വിഭാഗങ്ങളെയും ദളിത് മഹാദളിത് വിഭാഗങ്ങളെയും ഒപ്പം നിർത്തിയാണ് ബീഹാറിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി സമവാക്യങ്ങൾ രൂപീകരിക്കുന്നത്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ബാങ്ക് തങ്ങളോട് അകന്നു പോയാൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്ന് സഖ്യകക്ഷികൾ ഭയപ്പെടുന്നുണ്ട്. ബീഹാർ സർക്കാർ നടപ്പിലാക്കിയ ജാതി സർവേ പ്രകാരം സംസ്ഥാന ജനസംഖ്യയിലെ ഭൂരിഭാഗവും പിന്നാക്ക, അതിപിന്നാക്ക, ദളിത് സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. സർവേയിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 36% വരുന്ന വിഭാഗം അതിപിന്നാക്ക വിഭാഗങ്ങളാണ്. ഇവർക്കൊപ്പം 27.1% വരുന്ന മറ്റ് പിന്നാക്ക വിഭാഗങ്ങളും 19.65% വരുന്ന പട്ടികജാതി പട്ടിക വിഭാഗങ്ങളും 1.68% വരുന്ന പട്ടികവർഗ വിഭാഗങ്ങളും ചേരുമ്പോൾ സംസ്ഥാന ജനസംഖ്യയുടെ 84%-ലധികം ആളുകൾ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ഈ വിഭാഗങ്ങളിൽ വരുന്നു. അതേസമയം പിന്നാക്ക വിഭാഗങ്ങളെ അടിച്ചമർത്താനായി സെൻസസിൽ ജാതി രേഖപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പല തീരുമാനങ്ങളും
വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആദ്യ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ആടിയുലഞ്ഞ BJPക്ക് സ്വന്തം ഘടകകക്ഷികളിൽ നിന്നുള്ള ഈ എതിർപ്പ് വീഴ്ചയുടെ ആഴം കൂട്ടും. കേന്ദ്രത്തിൽ BJPയുടെ നിലനിൽപ്പ് തന്നെ 3 എഞ്ചിൻ സർക്കാരിനെ ആശ്രയിച്ചാണ്. അതിൽ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പങ്ക് ഏറ്റവും നിർണായകമാണ്. നിതീഷ് കുമാറും മറ്റ് സഖ്യകക്ഷികളും കൈവിട്ടാൽ കേന്ദ്രത്തിലെ ഭരണം തന്നെ തുലാസിലാകും എന്ന ഘട്ടത്തിലാണ് കാര്യം എത്തി നിൽക്കുന്നത്. നിതീഷ് കുമാർ കൊളുത്തിവിട്ട സാമൂഹിക നീതിയുടെ ഈ തീപ്പൊരി ആറിത്തണുക്കാൻ സഖ്യകക്ഷികൾ സമ്മതിക്കില്ല. ഉപേന്ദ്ര കുശ്വാഹയെ പോലെയുള്ള നേതാക്കളും 65% സംവരണം പുനഃസ്ഥാപിക്കാൻ പോരാടുമെന്ന് പ്രഖ്യാപിച്ചതോടെ BJPക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതാവുകയാണ്. ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകളും വിശകലനങ്ങളും വ്യക്തമാക്കുന്നത് ഈ ആഭ്യന്തര തർക്കം കേവലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങില്ല എന്നാണ്. സഖ്യകക്ഷികളുടെ ഈ കടുപ്പിച്ച നിലപാട് BJPയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരുന്നു. സംവരണ വിഷയത്തിൽ സഖ്യകക്ഷികൾ ഒന്നടങ്കം BJPയെ പൂട്ടിയിടുമ്പോൾ കേന്ദ്ര ഭരണത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ കാറ്റാണ് വരാനിരിക്കുന്നത്. ബീഹാർ നിയമസഭയിലെ ആകെയുള്ള 243 സീറ്റുകളിൽ NDA മുന്നണിക്കാണ് ഭരണഭൂരിപക്ഷമുള്ളത്. സഖ്യത്തിലെ പ്രധാന കക്ഷികളുടെ സീറ്റ് നില താഴെ പറയുന്നതാണ്. BJPക്ക് 78 സീറ്റുകൾ, ജനതാദൾ 45 സീറ്റുകൾ, ഹിന്ദുസ്ഥാനി അവാം മോർച്ച 4 സീറ്റുകൾ, സ്വതന്ത്രർ 1 സീറ്റ്. ആകെ 128ഓളം MLA-മാരുടെ പിന്തുണയോടെയാണ് NDA ബീഹാറിൽ ഭരണം നടത്തുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 122 സീറ്റുകളാണ് വേണ്ടത്. NDA സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി BJP ആണ്. എന്നാൽ കേവല ഭൂരിപക്ഷം തനിയെ തികയ്ക്കാൻ സാധിക്കാത്തതിനാൽ നിതീഷ് കുമാറിന്റെ JDU-വിനെയും മറ്റു ചെറിയ പ്രാദേശിക കക്ഷികളെയും BJPക്ക് പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വരുന്നു. JDU-വിന് 45 സീറ്റുകൾ മാത്രമാണുള്ളതെങ്കിലും നിതീഷ് കുമാർ മുന്നണി വിട്ടാൽ BJPക്ക് സംസ്ഥാന ഭരണം നഷ്ടപ്പെടും. അതിനാൽ തന്നെ കുറഞ്ഞ സീറ്റുകൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് നൽകാൻ BJP നിർബന്ധിതരായി. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച പോലെയുള്ള ചെറിയ കക്ഷികളുടെ പിന്തുണ പോലും ഭരണം നിലനിർത്താൻ ആവശ്യമാണ്. ജാതി സർവേ, 65% സംവരണം, ക്രീമി ലെയർ തുടങ്ങിയ വിഷയങ്ങളിൽ JDU, LJP, HAM തുടങ്ങിയ സഖ്യകക്ഷികൾ BJPക്കെതിരെ കടുത്ത നിലപാടെടുക്കുമ്പോൾ BJP പ്രതിരോധത്തിലാക്കാൻ കാരണം ഈ സീറ്റ് സമവാക്യം തന്നെയാണ്. ബീഹാറിലെ നിയമസഭാ സീറ്റുകൾക്ക് പുറമെ ലോക്സഭയിലും നിതീഷ് കുമാറിന്റെ JDU-വും ചിരാഗ് പാസ്വാന്റെ LJP-യും നൽകുന്ന പിന്തുണയാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് ആധാരം. അതിനാൽ ബീഹാറിലെ ഘടകകക്ഷികളെ പിണക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കില്ല. ചുരുക്കത്തിൽ നിയമസഭയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റ കക്ഷിയാണെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് പ്രാദേശിക കക്ഷികളെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ് ബീഹാറിൽ BJP നേരിടുന്ന പ്രധാന രാഷ്ട്രീയ വെല്ലുവിളി. ബീഹാറിൽ ആളിക്കത്തുന്ന ഈ സംവരണ രാഷ്ട്രീയം കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒന്നായി മാറുകയാണ്. ദളിത് പിന്നാക്ക വോട്ട് ബാങ്ക് കൈവിട്ടു പോയാൽ ഉണ്ടാകുന്ന തിരിച്ചടി ബോധ്യമുള്ള സഖ്യകക്ഷികൾ BJPക്ക് മേൽ നൽകുന്ന ശക്തമായ സമ്മർദ്ദം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവുകൾക്ക് കാരണമാകും.